പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതാണ് നമ്മൾ ബാങ്കോങ്ങിൽ ഒന്ന് കറങ്ങാൻ പോവാണ്. തായ്ലൻഡിൽ വന്നിട്ട് ഇത്രയും നാളായിട്ടും അധികം നമ്മൾ ബാങ്കോങ്ങിൽ അങ്ങനെ കറങ്ങാൻ പോകാറില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ ബാങ്കോങ് വിശേഷങ്ങളാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഞാനിടുന്ന കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. മെയിനായിട്ട് നമ്മൾ പട്ടായയിൽ പോകുന്നതും ഇങ്ങോട്ട് വരാത്തതിൻ്റെ റീസൺ ഈ ട്രാഫിക് ജാം ആണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓട്ടിക്കാൻ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഉറപ്പായിട്ടും വഴി തെറ്റാറുണ്ട്. ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് വെച്ച് വഴി തെറ്റി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തത്. അങ്ങനെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തതാ നമ്മൾ പെട്രോണം ക്ലോത്ത് മാർക്കറ്റ്, ഹോൾസെയിൽ മാർക്കറ്റാണ്. കുറേ പേരൊക്കെ വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മാർക്കറ്റാണ്. തായ്ലൻഡിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഹോൾസെയിൽ ക്ലോത്ത് മാർക്കറ്റ് ആട്ടോ. ഇത് മെയിൻലി എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും വുമൺസ് വെയർ ആണ്. എല്ലാ കൈൻഡ് ഓഫ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സസും ഇവിടെ ഉണ്ട്. ഇവിടെ വുമൺസിന് കിട്ടാത്തതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. എല്ലാ ടൈപ്പ് ഡ്രസ്സസും കിട്ടും, പല വെറൈറ്റി, പല മോഡൽസ്. എനിക്കറിയില്ല എങ്ങനെ പറയണം. എല്ലാ ടൈപ്പും ഭയങ്കര അഫോർഡബിൾ റേഞ്ചാണ്. അഫോർഡബിൾ മീൻസ് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് 250 രൂപ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതേ കടയിൽ നിന്ന് 3 ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ആ സെയിം ഡ്രസ്സ് നമുക്ക് 150 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അതാണ് വ്യത്യാസം. ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ്. അല്ലെങ്കിലും എനിക്ക് കുറച്ചും കൂടെ പ്ലാറ്റിനം മോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഞാൻ ഇവിടുന്ന് കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു 250 കൂടിയിട്ടില്ല. എല്ലാം 250 ബാത്തിൽ താഴെ തന്നെ വരുന്നതാണ്. 100 ബാത്ത്, 150, 250 ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നും തീരെ നടക്കില്ല. അവർ ആ റേഞ്ചിൽ നിന്നും താഴാൻ അവരൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചെങ്കിലുമൊക്കെ ബാർഗെയിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ആ പരിപാടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ചെരുപ്പ്, സൈഡായിട്ട് കുറച്ച് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. മെയിനായിട്ട് ഡ്രസ്സാണ്. പിന്നെ നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 12 മണി 1 മണിക്ക് മുന്നേ ഒക്കെ വന്നോളൂ. അതിന് ശേഷം അല്ലെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് സ്റ്റോഴ്സൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ അവർ കുറേയും കൂടി ബിസി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവർക്ക് കുറച്ച് സമയം കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ വഴി കൂടെ ഒക്കെ ഇറങ്ങി ഏതെങ്കിലുമൊക്കെ വഴി കൂടെ കയറും. അത്രയും വലിയ മാർക്കറ്റാണ്. അവസാനം വേറെ എങ്ങോട്ടും പോകത്തില്ല കേട്ടോ. പിന്നെ ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ അവിടെയൊക്കെ ചെന്ന് അവസാനം എവിടെ വന്നോ അവിടെയൊക്കെ തിരിച്ച് വന്ന് അവിടെ വന്ന് നിൽക്കും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല പാടാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ കുറേ വണ്ടിയും ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല റഷാണ്. എല്ലാവരും ബൾക്കായിട്ടാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. എനിക്കൊന്ന് ഫുൾ തായ്ലൻഡിലേക്കുള്ള എല്ലാ കടകളിലേക്കും എനിക്കൊന്ന് ഇവിടുന്നൊക്കെ ആയിരിക്കും വന്ന് എടുത്തിട്ട് പോകുന്നതെന്ന് തോന്നുന്നു. നല്ല ക്വാളിറ്റി ഡ്രസ്സാണ്. മിക്കതും ചൈനയിൽ നിന്ന് തന്നെയുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു ഡ്രസ്സ് അവിടെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട അപ്പോൾ അത് വാങ്ങിച്ചോണം. തിരിച്ചു വന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ പിന്നീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ പരിപാടി നടക്കില്ല. കാരണം പിന്നെ നമുക്ക് അത് ഏത് ഭാഗത്താണെന്ന് പോലും അറിയത്തില്ല. ഫസ്റ്റ് ടൈമൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പെട്ടൂന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ട അപ്പം തന്നെ വാങ്ങിച്ചോണം. പിന്നീട് വാങ്ങിക്കാൻ വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള സ്നാക്സോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ കരുതിയിരിക്കണം. അല്ലെങ്കിൽ നല്ല പാടാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ ഒന്നാതെ കുറച്ച് മോശമാണ്. പിന്നെ ബാങ്കോങ്ങിൽ പറയേണ്ട, എയർ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. എൻ്റെ കൂടെ കൗശിയും വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നു. അവൻ നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ടായിരുന്നു. സൈഡ് ഇവിടെയൊക്കെ കുറേ സ്നാക്ക് ഷോപ്പും അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോഴേ നമ്മൾ ഇന്ത്യൻസ് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തുള്ളൂ. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പറയില്ല കേട്ടോ. ഒരു സ്നാക്സ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ 7-11 നിന്ന് വല്ലതും വാങ്ങിയിട്ട് ഉള്ളിലേക്ക് വരുന്നതാണ്, വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് പെട്ട് കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം അവസാനം പിന്നെ കൗശിക്ക് തന്നെ തറ ഇറങ്ങി കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇതുപോലെയൊക്കെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.